CPI നേതാവ് ആനി രാജയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നത്. പ്രധാനമായും കേരളത്തിലെ ആശാസമരം അത് വീണ്ടും ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരിന് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കേണ്ട ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമില്ലേ? ഞാൻ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ആശാസമരം അവസാനിക്കണമെങ്കിൽ അതിന് കേന്ദ്രം തീരുമാനിക്കണം. കേന്ദ്രം തീരുമാനിക്കേണ്ടതാണ്. ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും, മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ആശാ വർക്കർമാരുണ്ട്. ആ ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുമ്പോൾ മാത്രമേ അവർക്ക് മാന്യമായ കൂലിയും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള തൊഴിലാളി എന്ന രീതിയിലുള്ള എല്ലാവിധ മറ്റ് അവകാശങ്ങളും അവർക്ക് ലഭ്യമാവുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ തീർച്ചയായും കേരളത്തിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോട് അനുഭാവം ഞാൻ തുടക്കം മുതൽ തന്നെ, കാരണം അവരുടെയൊക്കെ രാജ്യത്തെ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായിട്ടുള്ളതാണ്. ഈ 24/7 എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് പല സ്ഥലങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും തന്നെ നടത്തുന്നത്. ഇനിയും പറഞ്ഞാൽ ഈ കൊറോണ കാലത്ത് ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർമാരെന്ന് പറഞ്ഞ് ഇവരെല്ലാം ഉൾപ്പെടുത്തി, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇവർ എത്രമാത്രം ഓരോ കുടുംബത്തിലും ബന്ധപ്പെട്ട് ഇവരെ മാത്രമാണ് വെളിയിൽ കാണാനുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയുള്ള ലോകമാകെ തന്നെ ഈ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർമാർ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയവരെന്ന രീതിയിൽ തിരഞ്ഞെടുത്ത 5 പേരിൽ ഒരാൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആശാ വർക്കറാണ്. അത് ഒറീസയിൽ നിന്നുള്ള AITUCയുടെ യൂണിയനിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കറാണ്. അപ്പോൾ ആശാ വർക്കർമാരുടെ പ്രവർത്തനം ഗ്ലോബലി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അതിൻ്റെ അംഗീകരിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാധാന്യം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അങ്ങനെയുള്ള ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നാണ് തുടക്കം മുതൽ, അത് AITUC ആയാലും NFIW ആയാലും എല്ലാ സംഘടനകളും CIT ആയാലും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ എന്താണ്, ഓരോ സംസ്ഥാനങ്ങൾക്കും സംസ്ഥാന ഗവൺമെൻറ്റുകളും അവർ കൊടുക്കാൻ പറ്റുന്ന കാശാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ചില സ്ഥലങ്ങളിൽ അത് 2000 ചിലടത്ത് 3000, കേരളത്തിൽ അത് 7000. ഇപ്പോൾ ആന്ധ്രയിൽ കുറച്ച് വർദ്ധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പോൾ ഇത് സത്യത്തിൽ ഈ ജീവിത ചെലവുകൾ ഈ ഓരോ വർഷം ചെല്ലുന്നതോറും നമുക്ക് ജീവിത ചെലവ് കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് ആനുപാതികമായിട്ട് എല്ലാ സർക്കാരുകളും വർദ്ധിപ്പിക്കില്ല. അങ്ങനെ വരുമ്പോൾ ആശാ വർക്കർമാർ എപ്പോഴും സമരത്തിൻ്റെ ഒരു പോർവഴിയിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുണ്ടാവാതിരിക്കണമെങ്കിൽ ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കണം. ഇതാണ് അവരെ അങ്ങനെ അംഗീകരിക്കാത്തിടത്തോളം കാലം ഇവർ പല സ്ഥലങ്ങളിലും സമരത്തിൻ്റെ വഴിയിലാവേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ എന്താണ്, കേരളത്തിലെ ഈ സമരം നടത്തുമ്പോൾ ഉടനെ തന്നെ അതിൽ ദൗർഭാഗ്യം എന്ന് പറയുന്നത് അതാണ്, അതിലൊരു രാഷ്ട്രീയം കളിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് UDF അതിലേക്ക് വന്ന് അവരെ ഇങ്ങനെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതേ കോൺഗ്രസ്സാണ് ഈ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തത്. ഈ സ്കീം വർക്കേഴ്സ് അവർ തൊഴിലാളികളല്ല, അവർ വോളണ്ടിയർമാരാണ് എന്ന് പറഞ്ഞ് ഇവരത് ആ നിലപാടിൽ നിന്ന് മാറിയിട്ടുണ്ടോ? കോൺഗ്രസ് അത് പറയണം, UDF അത് പറയണം. അതുപോലെ തന്നെ BJP സുരേഷ് ഗോപിയും BJPയുടെ മറ്റാളുകളൊക്കെ വന്ന് ഈ ആശാ വർക്കർമാരോട് എന്തെല്ലാം കേരളത്തിലെ ഇടത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരം ഉണർത്തിക്കുക എന്നുള്ള രീതിയിലുള്ള സംസാരം. ഈ ആശാ വർക്കർമാരെ അവരുടെ ലൈഫിനെക്കുറിച്ച്, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നന്നായി ബോധ്യമുള്ളവരാണ്. അവരെ ഏതെങ്കിലും വിധത്തിൽ വഴിതെറ്റിക്കാവുന്നോ തെറ്റിദ്ധരിപ്പിക്കാവുന്നോ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് അവരെ വിഡ്ഢികളാണ്, ആരങ്ങനെ കരുതുന്നവർ. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ പാർട്ടികൾ BJPയും വന്ന് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഈ പ്രതിപക്ഷ നേതാവുമൊക്കെ അവർ ഡൽഹിയിൽ വരട്ടെ. ഡൽഹിയിൽ വന്ന് ഈ ആശാ വർക്കർമാർ അവിടെ നിരാഹാരം ഇരിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി രാജ്യത്തെ മുഴുവൻ ആശാ വർക്കർമാർക്കും ഡൽഹിയിൽ നിരാഹാരമിരിക്കാൻ സുരേഷ് ഗോപിയും BJP നേതൃത്വവും UDFും അതുപോലെ തന്നെ ഈ ഓപ്പോസിഷൻ ലീഡർ ശ്രീ സതീശനുമൊക്കെ തയ്യാറായാൽ അവരോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഇരിക്കാം. ഈ രാജ്യത്താകമാനമുള്ള ആശാ വർക്കർമാരെ തൊഴിലാളികളായി അവർ അംഗീകരിക്കുകയും അവർ റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്നുള്ളൊരു സംഭവമുണ്ട്, അത് സംരക്ഷിക്കപ്പെടേണ്ടത്. അതല്ലാതെ അതിനപ്പുറത്തെ രാഷ്ട്രീയം 10 വോട്ട് 2 സീറ്റ് എന്നുള്ളതിലേക്ക് സ്ത്രീകളെ വെച്ചുകൊണ്ടുള്ള കളി ദയവേത് അവസാനിപ്പിക്കണം. ആത്മാർത്ഥതയുണ്ട് UDFനും അതുപോലെ തന്നെ BJPക്കുമെങ്കിൽ വരൂ ഡൽഹിയിലേക്ക്. നമുക്ക് ഇവിടെ പാർലമെൻറ്റ് മുമ്പിൽ നിരാഹാരമിരിക്കാം, ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആശാസമരത്തിൽ രാഷ്ട്രീയം കലർത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ അതിൽ CPMൻ്റെ മുതിർന്ന നേതാക്കൾ പോലും ഈ സമരത്തെ അധിക്ഷേപിക്കുന്ന ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു, അതിനെയും പൂർണ്ണമായി എതിർക്കുകയാണ്.
അല്ല സ്ത്രീ തൊഴിലാളികളെ അങ്ങനെ അപമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ പറഞ്ഞ കാര്യങ്ങൾ അവരോട് ചോദിക്കുക, അതിന് മറുപടിയൊക്കെ അവർ നൽകും. ഞാൻ ഒരു CPI-കാരിയാണ്, ദേശീയ മഹിളാ ഫെഡറേഷനിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയുകയാണ്, ഈ സ്ത്രീകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേറെ അയൽവക്കത്തുള്ള ആര് വന്ന് സമരം ചെയ്യില്ല. അവരുടെ ആവശ്യം കരയുന്ന കുഞ്ഞിനെ പാലുള്ള എൻ്റെ ആവശ്യം ഞാൻ പറയണം. അപ്പോഴാണത് അധികാരികൾ കേൾക്കുക. അവരവരുടെ ആവശ്യം പറയുന്നത് ന്യായമായ ആവശ്യങ്ങൾ. ഇപ്പോൾ വീണ ജോർജ് ദില്ലിയിലെത്തി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട്, ഇന്ന് എത്തുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ച കുറച്ച് നേരത്തെ ആക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ ചെയ്യുന്നത് അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രൊറഗേറ്റീവാണ്, അതിനൊന്നും ചോദ്യം ചെയ്യാൻ. പക്ഷേ എനിക്ക് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവിധ പരിശ്രമവും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ പരിശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തണമെന്നാണ് പറയാനുള്ളത്. ഏതായാലും ഈ ആശാവർക്കർമാരുടെ സമരത്തിന് അതിന് ദില്ലിയിലെത്തി, പ്രത്യേകിച്ച് VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും BJP നേതാക്കളും ഒരുമിച്ച് സമരത്തിനെത്തുകയാണെങ്കിൽ ആ സമരത്തിനൊപ്പം കൂടുമെന്നാണ് ആനി രാജ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് ഊർക്കോടൊപ്പം റിപ്പോർട്ടർ ജോയിസ് ഡാനിയൽ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.